സാൽസ്ബർഗിൽ നിന്ന് വെർഫ് എന്ന് പറയുന്ന ഒരു കൺട്രി സൈഡിലേക്കാണ്. നമ്മൾ കുറേ കൺട്രി സൈഡ്സ് ഇവിടെ നിന്ന് വൺ ഡേയിൽ പോയിട്ട് വരാവുന്ന കൺട്രി സൈഡ്സ് നോക്കിയപ്പോൾ ഏറ്റവും നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് കണ്ടത് വെർഫ് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ നമ്മൾ സാൽസ്ബർഗിൽ നിന്ന് 45 മിനിറ്റ്സ് ട്രെയിൻ ജേർണിയാണ് വെർഫനിലേക്ക്. അപ്പോൾ നമ്മൾ ട്രെയിനിൽ കയറി ഇനി കുറച്ച് കഴിയുമ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ വെർഫൻ സ്റ്റേഷനിലെത്തി. കണ്ട ഒരു റിമോട്ട് സ്ഥലം, ചുറ്റും നോക്കി കഴിഞ്ഞാൽ മല, കുന്ന്, എന്തൊരു ഭംഗിയാണ് നോക്കിയത്. അവിടെ ഓഹൻ വാഫൻ കാസിൽ അതാണ് കാണുന്നത്. ആ മുകളിലൊരു കാസിൽ കാണുന്നുണ്ടോ ഏറ്റവും മുകളിൽ? നല്ല രസമില്ലേ? എന്താണെന്ന് വെച്ചാൽ നല്ല ചെറിയ ചില്ലായിട്ടുള്ള കാറ്റടിക്കുന്നുണ്ട്, പക്ഷെ വെയിലുണ്ട്, നല്ല രസമുണ്ട് കേട്ടോ. ഞങ്ങൾ വെർഫൻ ട്രെയിൻ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് നടക്കുകയാണ്. അപ്പോൾ നടന്നപ്പോൾ ഈ പുഴയിലോട്ടൊരു ട്രെയിൽ കണ്ടു. ഇങ്ങോട്ട് നല്ല രസമില്ല. എൻ്റെ ബാക്ക് ഡ്രോപ്പുമൊക്കെ നമ്മൾ വാൾപേപ്പറൊക്കെ സെറ്റ് ചെയ്യില്ല, അതുപോലൊരു ബാക്ക് ഡ്രോപ്പ്. ഫുൾ മലയും ആ കാടും പുഴയും എന്ത് രസം അറിയോ. ശരിക്കും ഉച്ചയ്ക്ക് 12 മണിയാണ് സമയം. വെയിലുണ്ട്, പക്ഷെ നല്ല തണുത്ത കാറ്റും ഉണ്ട്. അടിപൊളിയായിട്ടുണ്ട്. നമ്മളൊരു ഹൈക്കിങ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഹൈക്കിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ഫുഡ് വയറ് ഫില്ല് ചെയ്യാമെന്ന് പറഞ്ഞാൽ നമ്മളൊരു കഫേ കയറി. ആക്ച്വലി നമുക്ക് ഇതിനൊരു ലക്ഷ്യബോധം ഉണ്ടായിരുന്നില്ല അവിടെ വന്നിട്ട് എന്ത് ചെയ്യണം. അങ്ങനെയാണ് നമ്മളൊരു ഹൈക്കിങ് ചെയ്യാമെന്ന് അവസാനം ഡിസൈഡ് ചെയ്തു. അപ്പോൾ എന്തായാലും അതിന് മുമ്പ് നല്ല നട്ടുച്ചയാണ്. ആണ് നമ്മൾ കോഫി, ഇപ്പോൾ പിzzയും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട്. പിസ്സ വന്നിട്ടില്ല. അപ്പോൾ അതും കൂടി വന്നിട്ട് അതും കൂടി തട്ടിയിട്ട് വേണം നമ്മുടെ ഹൈക്കിങ് സ്റ്റാർട്ട് ചെയ്യാൻ. ഞങ്ങളുടെ ഹൈക്കിങ്ങിൻ്റെ ഹാഫ് ത്രൂ ആയിട്ടാണ്, ഹാഫ് എത്തിയതാണ് തോന്നുന്നത്. കാരണം നമ്മൾ നടന്ന് വന്നപ്പോൾ ഇങ്ങനെ ഒരു സീറ്റിംഗ് ഏരിയയും ഇവിടെ ഒരു വ്യൂവിങ് പോയിൻ്റൊക്കെ ഉണ്ട്. അടിപൊളിയായിരുന്നു കേട്ടോ. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അതേ
ഫുൾ വ്യൂ കുറച്ചും കൂടി ഹൈറ്റിലെത്തിയിട്ടുള്ള ആ വ്യൂ കാണാം. അടിപൊളിയായിട്ടുണ്ട്. പിന്നെ നമ്മൾ ഭയങ്കര ടയറിങ് ഹൈക്കിംഗ് ഒന്നും അല്ല കേട്ടോ. കുറച്ച് നമുക്ക് കടുപ്പായി എന്ന് വിചാരിച്ചപ്പോഴേക്കും നമുക്ക് ഇങ്ങനത്തെ ഒരു ഏരിയ വന്നു. നമ്മളിവിടെ കുറച്ച് നേരം റെസ്റ്റൊക്കെ ചെയ്ത് വെള്ളമൊക്കെ കുടിച്ച് ഇപ്പോൾ റിഫ്രഷായി. ഇനി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇനി ഒരു പകുതിയും കൂടി ഉണ്ടാവും. അങ്ങനെ ഞങ്ങളുടെ ഹൈക്ക് കഴിഞ്ഞ് നമ്മൾ ടോപ്പിലെത്തിയിരിക്കുകയാണ്. സൗണ്ട് ഓഫ് മ്യൂസിക് ട്രയൽ ഇവിടെ ഈ ഒരു പോർഷൻ കാണാം. അതാണ് എൻഡ്. കുറച്ച് അങ്ങോട്ട് കൂടി പോയി കഴിഞ്ഞാൽ കുറേ മെഡോസൊക്കെ കാണാം, പൈൻ ട്രീസ് കാണാം. മ്യൂസിക് ഹൗസ് സൗണ്ട് ഓഫ് മ്യൂസിക് എന്ന് പറഞ്ഞ ഫിലിം, പഴയ ഫിലിമാണ് ഇംഗ്ലീഷ്. അത് ഇവിടെ വെച്ചാൽ ഷൂട്ട് ചെയ്തത്. അതിൻ്റെ ഒരു സോങ് ഡോ റേ മീ എന്ന് പറഞ്ഞ സോങ് ഇത് അവിടെ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തത്. അതാണ് ആ ഒരു ട്രയൽ ഇത്ര ഫേമസ് ആയി, ഈ ഒരു പോർഷന്. അപ്പോൾ ഇവിടെ വന്ന് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഹോഫർ വാഫൻ കാസിൽ അത് ഇതാ കാണാം. അതാണ് കാണുന്നത് അവിടെ ബാക്ക്ഗ്രൗണ്ടിൽ ചെറുതായിട്ട് ഇങ്ങനെ കാണാം. പിന്നെ ഫുള്ള മല ഒക്കെ കാണാം. നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് കുറേ നേരമായിട്ടാണ് നമ്മൾ എത്തിയിട്ട് ഇവിടെ നിന്നിട്ട് ഇങ്ങനെ എൻജോയ് ചെയ്യാൻ. ഇതാണ് സൗണ്ട് ഓഫ് മ്യൂസിക് ട്രെയിനിൻ്റെ സ്പോട്ട്. കണ്ട് ഇവിടെ ആ പാട്ടിൻ്റെ ആ ഒരു ഇത് പിക്ചർ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ മല ഇങ്ങനെ ബാക്കിൽ കാണാം, ആൽപ്സ് ബാക്കിൽ കാണാം. ഇവിടെ ആ ഒരു സീൻ വെച്ചിട്ടുണ്ട് കുട്ടികളുടെ. ഇവിടെ എഴുതിയിട്ടുണ്ട് പോസ് ഇൻ ദ ഫ്രണ്ട് ഓഫ് ദ വിൻഡോ ഫോർ എ ഫോട്ടോഗ്രാഫ് ഓഫ് യു വിത്ത് മരിയ ആൻഡ് ദ ചിൽഡ്രൻ. ഓക്കെ, ഇവിടെ നിന്നിട്ട് ഇങ്ങനെ ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും തോന്നുന്നു. അമ്മ എന്തായെന്ന് വെച്ചാൽ 4:44 ആയി. നമുക്ക് 5:45 ഒരു ട്രെയിൻ ഉണ്ട്. കിട്ടും അറിയില്ല. ഇനിയിപ്പോൾ താഴെ ഇറങ്ങിയിട്ട് എത്ര ടൈം എടുക്കുമെന്ന് അറിയില്ല സ്റ്റേഷനെത്താൻ. അല്ലെങ്കിൽ പിന്നെ 1 hour കഴിഞ്ഞിട്ട് പിന്നെ സാൽസ്ബർഗിലേക്ക് ട്രെയിനുള്ളൂ. അപ്പോൾ നോക്കാം കിട്ടോ ഇല്ലയോ എന്ന്. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ കുറേ നേരം ഇവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. അവിടെ ഇരുന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് അടിപൊളിയായിരുന്നു. ഒരു രക്ഷയില്ല. ഭയങ്കര വേർത്തായിട്ടുള്ളൊരു ദിവസമായിരുന്നു. ഈ ഹൈക്കിങ്ങും ഭയങ്കര വേർത്തായിരുന്നു. നമ്മുടെ ഹൈക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് സാൽസ്ബർഗിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ട്രെയിൻ സ്റ്റേഷനിലേക്ക് നടക്കാൻ കുറച്ച് ടൈമുണ്ട് ട്രെയിൻ വരാൻ. അപ്പോൾ നമ്മൾ തിരിച്ചിറങ്ങിയപ്പോൾ ഇങ്ങനെ ഫുൾ മാപ്പ് കണ്ടു. അപ്പം നമ്മളിപ്പോൾ ഇവിടെയാണ് നിൽക്കുന്നത്. നമ്മൾ പോയത് ഇവിടെ സൗണ്ട് ഓഫ് മ്യൂസിക് ഈ ഭാഗത്തായിരുന്നു നമ്മൾ പോയത്. പിന്നെ ഇതാ ആ ഒരു കാസിലേക്ക് പോകാനുള്ള വഴിയൊക്കെ ഉണ്ട്. പിന്നെ ആ മലയൊക്കെ നമുക്ക് കയറാം കേട്ടോ. ആൽപ്സൊക്കെ കയറാം നമുക്ക്. അതിനൊക്കെ ഓരോ വഴിയൊക്കെ ഉണ്ട്. കുറേ ഏരിയ കണ്ടോ. ഈ വെഫൻ വില്ലേജിൻ്റെ ഫുൾ മാപ്പാണിത്. നമ്മളപ്പോൾ ട്രെയിനിൽ കയറി. അപ്പോൾ ഓസ്ട്രിയയിൽ നിങ്ങൾ ട്രെയിനിൽ പോവുകയാണെങ്കിൽ ഈ OBB എന്ന് പറയുന്ന ആപ്പിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ബുക്കിങ്സും എല്ലാം ചെയ്തത് ഈ ആപ്പിലാണ്. പിന്നെ ട്രെയിൻ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ മെഷീൻ ഉണ്ടാവും, അതുപോലെ ചൂസ് ചെയ്യാം. പക്ഷേ നമ്മൾ ആപ്പിൽ ചെയ്യുകയാണെങ്കിൽ കറക്റ്റായിട്ട് ഏത് പ്ലാറ്റ്ഫോം എത്ര മിനിറ്റിൽ വരും അങ്ങനത്തെ എല്ലാ അപ്ഡേറ്റ്സും കിട്ടും. അപ്പോൾ ഇതാണ് ട്രെയിൻ. അടിപൊളിയായിട്ട് നല്ല ഭയങ്കര ക്ലീൻ ആൻഡ് നീറ്റായിട്ടുള്ള ഫുൾ വ്യൂ ഒക്കെ കിട്ടുന്ന ഭയങ്കര വിൻഡോ ഒക്കെ വലുതായിട്ടുള്ള ട്രെയിൻ. അടിപൊളി. നമുക്ക് ഭയങ്കര കൺവീനിയൻ്റ് ആണ് ട്രെയിൻ. എന്നുവെച്ചാൽ ഒരു ക്ഷീണവും ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഈ പ്രാവശ്യം നമ്മൾ കാർ എടുക്കാത്തതുകൊണ്ട് എല്ലാ ജേർണി നമ്മുടെ ട്രെയിനിലാണ്. ഇന്ന് നമ്മുടെ സാൽസ്ബർഗിൽ സെക്കൻഡ് ഡേ ആണ്. ഇന്ന് നമ്മൾ പോകാൻ പോണത് ഓസ്ട്രേലിയയിലെ ഏറ്റവും മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹെൽസ്റ്റാർട്ട് എന്ന് പറഞ്ഞ വില്ലേജിലാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ബസ്, ട്രെയിന്, കാറ്
എല്ലാം എടുത്തിട്ട് നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ ട്രെയിനും ബസ്സും നമ്മൾ കമ്പയർ ചെയ്തപ്പോൾ ബസ്സാണ് കുറച്ചും കൂടി കൺവീനിയൻറ്റ്. കാരണം അവിടെ എത്തുമ്പോൾ നമ്മൾ ട്രെയിനിലാണ് പോകണമെങ്കിൽ ഒരു ഫെറിയൊക്കെ എടുക്കണം ഒരു വില്ലേജിലേക്ക് എത്താൻ. അപ്പോൾ ബസ്സാണെങ്കിൽ കുറച്ചും കൂടി കൺവീനിയൻ്റ് ആണ്. ബട്ട് 3 ബസ് നമ്മൾ മാറിക്കയറണം. സാൽസ്ബർഗ് മെയിൻ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയാണ് ബസ് സ്റ്റോപ്പ് ഉള്ളത്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ബസ് എടുത്തു. ട്രെയിൻ വന്നിറങ്ങി ഹൽസ്റ്റാട്ട് സ്റ്റേഷനിൽ ഇനിയും ഫെറി റൈഡാണ്. അപ്പോൾ ഇതാ ഒരു കാണുന്ന വില്ലേജ് ആട്ടോ ആ ഫേമസ് ആയിട്ടുള്ള ഹൽസ്റ്റാട്ട്. അപ്പോൾ ഇതൊരു 10 മിനിറ്റ് എടുക്കുള്ളൂ എന്ന് തോന്നുന്നു. ഭയങ്കര കുഞ്ഞൊരു ഫെറി റൈഡാണ്. പിന്നെ ഫെറി റൈഡ് വരുമ്പോൾ ഇവിടെ എൻട്രൻസിൽ തന്നെയാണ് അതിൻ്റെ ടിക്കറ്റ്. ക്യാഷ് ഓൺലിയാണ്, കാർഡ് പേയ്മെൻറ്റ്സ് ആക്സെപ്റ്റ് ചെയ്യില്ല. അപ്പം ഞാൻ അങ്ങോട്ട് പോവാണ്. സോ അങ്ങനെ ഞങ്ങൾ ഹൽസ്റ്റാട്ടിലെത്തി. എന്താ പറയുക, ഭയങ്കര ചൂടാണ് കേട്ടോ. പിന്നെ ഭയങ്കര ഓവർ ക്രൗഡഡ്, ഭയങ്കര തിരക്ക്. നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ കയറിയതാണ്. ഇപ്പോൾ ഫുഡ് ഓർഡർ ചെയ്തു, ബിയർ വന്നിട്ടുണ്ട്. എന്താ പറയുക, നമ്മൾ വിചാരിച്ച പോലെയാണ്, ഭയങ്കര ക്രൗഡഡ്. പിന്നെ ഇവിടെ കാർഡ് പേയ്മെൻറ്റ്സ് എവിടെ എടുക്കുന്നില്ല. റെസ്റ്റോറൻറ്റ്സിലൊക്കെ ക്യാഷ്, യൂറോ മാത്രം എടുക്കൂ, ക്യാഷ് ഡോളേഴ്സ് എടുക്കുമായിരിക്കും. ബട്ട് കാർഡ് പേയ്മെൻറ്റ്സ് എവിടെയും ഇല്ല. അങ്ങനെ ലഞ്ചൊക്കെ കഴിച്ചിട്ട് ഒന്ന് നടക്കാൻ ഇറങ്ങി. അപ്പോൾ ഹൽസ്റ്റാട്ട് വില്ലേജാണത്. അപ്പോൾ ഇതിൻ്റെ എൻട്രൻസിലാണ് നമ്മുടെ ബസ് സ്റ്റോപ്പും എല്ലാ സ്ഥലത്തും ഉള്ളിടത്താണ് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ ഈ ഹൽസ്റ്റാട്ട് പിക്ചറിലും വീഡിയോസിലൊക്കെ കാണുമ്പോൾ എന്താ പറയുക, ഭയങ്കര കാം, പീസ്, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലം. പക്ഷെ ഇവിടെ വന്നപ്പോൾ എല്ലാം ഓപ്പോസിറ്റാണ്. ഒട്ടും കാമല്ല, ഭയങ്കര ക്രൗഡഡ്, ഭയങ്കര ബഹളവും, അത്രയധികം ആൾക്കാരുണ്ട്. ഇത് ഭയങ്കര ചെറിയൊരു വില്ലേജാണ്. അതിനെക്കാട്ടും എന്താ പറയുക, അത്ര ആൾക്കാരാണ് ഇവിടെ. ആൻഡ് പിന്നെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടാണ് കേട്ടോ. നമ്മൾ ഉദ്ദേശിച്ച ക്ലൈമറ്റ് ഒന്നുമല്ല. അപ്പോൾ എപ്പോഴും നമ്മളൊരു ഹൽസ്റ്റാട്ട് എന്ന് പറയുമ്പോൾ ഒരു പിക്ചർ വരും. ആ ഭാഗത്തേക്കാണ് നമ്മൾ നടക്കാൻ പോകുന്നത്. അത് അങ്ങോട്ടേക്ക് നടക്കണം. ഒരു 10 മിനിറ്റ്സ് വോക്ക് ഉണ്ട്. പിന്നെ എന്താണ്, ഈ ചൂടായതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ടയേർഡാവും.